Meet the editors. കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തിയേക്കുമെന്ന സൂചന നൽകി ധനമന്ത്രി. വരുമാനം ലാഭിക്കാൻ പദ്ധതി വേണമെന്ന് KN ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു. കേന്ദ്രത്തിനൊപ്പം ചേർന്ന് ശ്വാസം മുട്ടിക്കരുതെന്ന് പ്രതിപക്ഷത്തോട് ധനമന്ത്രി ആവശ്യപ്പെട്ടു. കിഫ്ബി വെന്റിലേറ്ററിലാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരിഹാസം. ഫോണിന് പിന്നാലെ ടോൾ. കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നിയമസഭയിൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. കിഫ്ബി സംസ്ഥാനത്തിനും ബജറ്റിനും ബാധ്യതയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഓഡിറ്റിംഗ് നടന്നാൽ കിഫ്ബി വെള്ളാനയാണെന്ന് ബോധ്യപ്പെടുമെന്നും ടോൾ പിരിവ് ട്രിപ്പിൾ ടാക്സേഷനാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. കിഫ്ബിയുടെ പണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയും തറവാട്ട് സ്വത്ത് വിറ്റ് ബാങ്കിലിട്ടിരിക്കുന്ന പണമല്ല, ടാക്സ് കൊടുത്ത പണം. ട്രിപ്പിൾ ടാക്സേഷനാണ്. റോഡിലൂടെ യാത്ര ചെയ്യുന്നതിന് നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ടാക്സും പെട്രോളിയം സെസ്സും മേടിച്ച് ഇനി ടോളും കൂടി നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നു. ശരിയല്ല. ടോൾ എന്ന് പറഞ്ഞ് ആശങ്ക ഉണ്ടാക്കരുതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് KN ബാലഗോപാൽ നൽകിയ മറുപടി. കിഫ്ബി ജനിക്കും മുമ്പ് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചവരാണ് പ്രതിപക്ഷമെന്നും ധനമന്ത്രി തിരിച്ചടിച്ചു. നേരത്തെ ഈ കിഫ്ബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ജനിച്ച് കുറച്ചായ ആ കുട്ടിയെ കൂടുതൽ പാലും ഹോർലിക്സും ഒക്കെ കൊടുക്കാത്തത് എന്താണ്, കുറച്ചുകൂടി നന്നാക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യം. വരുമാനമുണ്ടാക്കുന്ന പദ്ധതികൾ വേണമെന്നത് കിഫ്ബിയുടെ നേരത്തെയുള്ള തീരുമാനമെന്ന് കൂടി പറഞ്ഞാണ് പ്രതിപക്ഷ ആരോപണങ്ങളെ ധനമന്ത്രി പ്രതിരോധിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ജനങ്ങൾക്ക് മേൽ ചുമത്തുന്ന അധിക ബാധ്യതയെ സർക്കാർ എങ്ങനെ ന്യായീകരിക്കും? പ്രതിപക്ഷത്തു നിന്നും സഖ്യകക്ഷികളിൽ നിന്നുമുള്ള എതിർപ്പ് മറികടന്ന് നടപ്പാക്കാനാകുമോ ടോൾ? കിഫ്ബി ടോൾ വരുമോ കേരളത്തിലെ റോഡുകളിൽ? ഇതാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഇപ്പോൾ തന്നെ നമുക്ക് ദേശീയപാതകളിൽ ടോളുകളുണ്ട്. നമ്മൾ വിഴിഞ്ഞം മുതൽ വാളയാറ് വരെ സഞ്ചരിച്ചാൽ ഏകദേശം 320 രൂപയുടെ ടോളുകൾ കൊടുക്കേണ്ടി വരും ദേശീയപാതയിൽ. ഇനിയിപ്പോൾ പുതിയ ദേശീയപാത വരുന്നു. ആ ദേശീയപാത കാസർഗോഡ് തലപ്പാടി മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ വരുമ്പോഴേക്കും അവിടെയും ടോളുകൾ സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ പുതിയ ടോളുകളായി. ഇതിനോടൊപ്പം ഇനി വീണ്ടും കേരളത്തിൽ ടോൾ വരുമോ എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിൽ ടോൾ വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്തരത്തിലൊരു സ്ഥിരീകരണം തന്നെയാണ് ഇന്ന് ധനമന്ത്രി നൽകിയിരിക്കുന്നത്. അങ്ങനെയുള്ള സൂചനയാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നത്. അപ്പം ഇപ്പം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഒരു മന്ത്രിതല സമിതി യോഗം ചേർന്നിട്ടുണ്ട്. ഇക്കാര്യത്തിലൊരു ചർച്ച നടത്തിയിട്ടുണ്ട്. എങ്ങനെയൊരു ടോൾ ഏർപ്പെടുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്? ഒന്നാമത് 50 കോടി രൂപയിലധികം ചെലവഴിച്ചിട്ടുള്ള റോഡുകളിൽ മാത്രമാണ് ടോൾ പിരിക്കാൻ സർക്കാർ ആലോചിക്കുന്നത് എന്നുള്ളതാണ് ഒരു നിർദ്ദേശമായി വന്നിരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ തദ്ദേശവാസികൾക്ക് ടോൾ കൊടുക്കേണ്ടതില്ല എന്നുകൂടി സർക്കാർ ഒരു തീരുമാനമെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത് മാത്രമല്ല, ഇരുചക്ര വാഹനങ്ങൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും ടോൾ കൊടുക്കേണ്ടി വരില്ല എന്നുകൂടിയാണ് ലഭ്യമായ വിവരങ്ങൾ. അതുമാത്രവുമല്ല, ഒരു 15 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് സഞ്ചരിച്ചാലേ ടോൾ കൊടുക്കേണ്ടി വരൂ. ഈ രീതിയിലാണ് ടോളിനെ സംവിധാനം ചെയ്യാൻ സർക്കാർ ആലോചിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതത്ര വലിയൊരു ഇടുത്തിയായി വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ശരിയാണ്, അതൊരു ട്രിപ്പിൾ ടാക്സേഷൻ്റെ പ്രശ്നം അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ ഒരു വാഹനം വാങ്ങിച്ചാൽ അത് റോഡിലേക്ക് ഇറക്കുന്നതിന് നികുതി കൊടുക്കുന്നുണ്ട്, വാഹന നികുതി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇന്ധന സെസ്സും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 2 നികുതി ഓൾറെഡി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് പുറമെയാണ് ഈ ടോൾ വരുന്നത്. അതുകൊണ്ട് ഇതൊരു ട്രിപ്പിൾ ടാക്സേഷനാണ് എന്ന് പ്രതിപക്ഷം പറയുന്നു. പക്ഷേ പ്രശ്നം എന്താണ്? ഏത് സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു ടോൾ ഏർപ്പെടുത്താൻ ആലോചിക്കുന്നത് എന്ന പ്രശ്നം കൂടി നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് പിന്നീട് തോമസ് ഐസക് പ്രഖ്യാപിക്കുന്ന ബജറ്റിലാണ് ഈ കിഫ്ബി എന്ന് പറയുന്ന പദ്ധതി ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അന്ന് നിശ്ചയമായും തോമസ് ഐസക് പറഞ്ഞത് ഇതൊരു റവന്യൂ ജനറേറ്റഡ് പ്രോഗ്രാം അല്ല, പദ്ധതിയല്ല. എന്നാൽ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് അനിവാര്യമായ പണം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. യാതൊരു തരത്തിലുള്ള ടോളോ യൂസർ ഫ്രീയോ ഒന്നും ഏർപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്? നമ്മൾ ഈ പറയുന്ന എങ്ങനെയാണ് കിഫ്ബിയിലേക്കുള്ള ഫണ്ട് നമ്മൾ കണ്ടെത്താൻ തീരുമാനിച്ചത്? അത് ഓഫ് ബജറ്റ് ബോറോയിങ് എന്നാണ് പറഞ്ഞത്. ബജറ്റിന് പുറത്ത് നമ്മൾ കടമെടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് സർക്കാർ പോയതും. പക്ഷേ സംഭവിച്ചത് പിന്നീട് കേന്ദ്ര
സർക്കാർ പറയുന്നു ഈ പറയുന്ന ബജറ്റിന് പുറത്തെടുക്കുന്ന കടം എന്നൊരു പരിപാടിയില്ല, ആ കടവും നിങ്ങളുടെ പൊതുകടത്തിൽ തന്നെയാണ് വരിക. 2018 നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്ന കേന്ദ്ര ധനമന്ത്രി 24,000 കോടി രൂപയുടെ കടം ഈ നമ്മുടെ പൊതു കടമെടുപ്പ് പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവരികയാണ്. ഒറ്റയടിക്ക് കേരളത്തിൻ്റെ പൊതു കടമെടുപ്പ് പരിധി എന്ന് പറയുന്നത് വെട്ടിച്ചുരുക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇതിനെതിരായിട്ട് നമ്മളൊരു കേസുമായി സുപ്രീം കോടതിയിലേക്ക് പോയല്ലോ. ഇപ്പം രാജ്യത്താദ്യമായിട്ടാണ് ഈ പൊതു കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഉയർത്തിക്കൊണ്ടൊരു സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോകുന്നത്. ആദ്യമായിട്ട് കേരളം അങ്ങനെ പോയി. അന്ന് കേരളം പറഞ്ഞത് ഇതിനകത്തൊരു കോർപ്പസ് ഫണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ആ കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? സംസ്ഥാനത്ത് മോട്ടോർ വെഹിക്കിൾ നികുതിയുടെ പകുതി 50% പ്ലസ് ഇന്ധന സെസ്, ഇത് രണ്ടും കൂടി ചേർത്ത് കിഫ്ബിക്ക് ഒരു കോർപ്പസ് ഫണ്ട് ഉണ്ടെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വായ്പയാണ് ഈ പറയുന്ന കിഫ്ബി എടുക്കുന്നത്. 40 വർഷം 50 വർഷമൊക്കെ പരിധിയുള്ള വായ്പയാണ് എടുക്കുന്നത്. അത് ഞങ്ങൾക്ക് കൊടുത്തു തീർക്കാൻ കഴിയും എന്നുമാണ് പിന്നെ കേരളം പറഞ്ഞത്. എന്നാൽ അക്കാര്യത്തിൽ ഒരു ചെവിക്കൊള്ളലിന് കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്ന് മാത്രവുമല്ല, സംസ്ഥാന സർക്കാർ വലിയ കടക്കണിയിലേക്കാണ് സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നത്. ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്രം പറഞ്ഞത്. എന്ന് മാത്രവുമല്ല, അപ്പോൾ കേരളം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ കേന്ദ്ര സർക്കാർ NHAI എന്നൊരു സംവിധാനം നടപ്പാക്കുന്നുണ്ടല്ലോ അല്ലേ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. അവർ കടമെടുക്കുന്നുണ്ടല്ലോ, ആ കടമെടുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിൽ വരുന്നില്ലല്ലോ, കടമെടുപ്പ് പരിധിയിൽ വരുന്നില്ലല്ലോ. അതുപോലെ നിങ്ങൾ കിഫ്ബിയെ കണ്ടാൽ മതി എന്നാണ് കേന്ദ്രത്തിനെതിരായിട്ട് കേരളം വാദിച്ചത്. അപ്പോൾ കേരളത്തിനെതിരായിട്ട് കേന്ദ്രം പറഞ്ഞ കാര്യം എന്താ അറിയോ? അങ്ങനല്ല. NHAI എന്ന് പറയുന്നത് വരുമാനം ഉണ്ടാക്കുന്നൊരു പരിപാടിയാണ്, പദ്ധതിയാണ്. അവർക്ക് ടോൾ വരുമാനമുണ്ട്. അവർ നടപ്പാക്കുന്ന പദ്ധതികളിൽ നിന്ന് അവർ വരുമാനം ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ കേന്ദ്രത്തിൻ്റെ കടമെടുപ്പ് പരിധിയിലേക്ക് അതിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം അത് സെൽഫ് സഫിഷ്യൻ്റ് ആണ്, അവർക്ക് അവരുടെ കടം തീർക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന അതാണ്. കേന്ദ്ര സർക്കാർ എന്താണോ പറഞ്ഞത്, കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ മാതൃക എന്താണോ ആ മാതൃകയാണ് നമ്മൾ നടപ്പാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ടോൾ പിരിച്ചേ പറ്റൂ. എന്തുകൊണ്ടാണ് ഈ ടോൾ പിരിക്കണമെന്ന് പറയുന്നത്? ഞാൻ അപ്പോഴും പറയുന്നു, ടോള് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ഇടുത്തി പോലൊരു ടോൾ വന്ന് വീഴാൻ പോകുന്നില്ല. അതിൽ ഈ പറയുന്ന പലതരത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ട്. അത് ഇരുചക്ര വാഹനങ്ങൾക്ക് ബാധകമാകില്ല, മുച്ചക്ര വാഹനങ്ങൾക്ക് ബാധകമാകില്ല, തദ്ദേശീയവാസികൾക്ക് ബാധകമാകില്ല, 15 കിലോമീറ്റർ വരെയുള്ള യാത്രക്കാർക്ക് ബാധകമാകില്ല. ഈ രീതിയിലൊക്കെയാണ് സർക്കാർ ആലോചിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ബജറ്റ് സെഷനിൽ അതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം വരും. എന്തായാലും കേന്ദ്ര സർക്കാർ NHAI ബന്ധപ്പെട്ട് ടോൾ പിരിച്ച് വരുമാനമുണ്ടാക്കുന്ന അതേ ഒരു മാതൃക നമ്മളിവിടെ ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടത് ചെയ്യുന്നു? നമ്മുടെ സംസ്ഥാന സർക്കാരും സംസ്ഥാനവും സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിൽപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ കിഫ്ബി പദ്ധതി വിഭാവന ചെയ്തതിന് ശേഷം നമുക്കുണ്ടായിട്ടുള്ള രണ്ടാമത്തെ അടിതെറ്റൽ എന്താണെന്നറിയാമോ? GST വിഹിതം കുറഞ്ഞു എന്നുള്ളതാണ്. 1.925 കേന്ദ്രത്തിൻ്റെ വിഹിതവും കുറഞ്ഞു. അപ്പോൾ 2 തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, നമുക്ക് ഓഫ് ബജറ്റ് ബോറോയിങ് നടപ്പാക്കാൻ കഴിയുന്നില്ല. ഇനി നടപ്പാക്കിയ ഓഫ് ബജറ്റ് ബോറോയിങ് തന്നെ കേന്ദ്ര കടമെടുപ്പ് പരിധിയുടെ ഉള്ളിൽപ്പെടുത്തി. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന പൈസ കുറഞ്ഞു. പ്ലസ് നമ്മുടെ സംസ്ഥാനത്തിൽ ലഭിച്ചുകൊണ്ടിരുന്ന GST വിഹിതത്തിൽ വലിയൊരു കട്ടിങ്ങും ഉണ്ടായി. ഈ 2 സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ നാച്ചുറലി ഈ പറയുന്ന ടോളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പറയുന്ന വരുമാനം ഉണ്ടാക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ പറയുക, ഈ ടോളുമായി ബന്ധപ്പെട്ട് കിഫ്ബിയെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പ്രതിപക്ഷം പോകുന്നത്. അത് ശരിയായ ഒരു രീതിയല്ല. അവിടെയാണ് പ്രതിപക്ഷത്തോട് ബാലഗോപാൽ പറയുന്നത്, നിങ്ങൾ കേന്ദ്രത്തിൽ BJP പറയുന്ന വാദമുഖങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. സംസ്ഥാനം വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷത്തിനോട് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് വീണ്ടും തള്ളിവിടരുത് എന്ന് പറയുമ്പോൾ കിഫ്ബിയുടെ ഒരു കോൺട്രിബ്യൂഷൻ കേരളത്തിൽ പ്രതിപക്ഷം കാണാതെ പോകരുത്. കാരണം എന്താ വെച്ചാൽ ഒരു കണക്കുണ്ടല്ലോ, അത് സഭയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കണക്കാണ്. 87,500 കോടി രൂപയുടെ മൂലധന നിക്ഷേപമാണ് കിഫ്ബി നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ 8 വർഷമായിട്ട്. ഏതാണ്ട് ഒരു 10,000 കോടി ആവറേജ് നമുക്ക് എടുക്കാൻ പറ്റും. 87,500 കോടിയുടെ നിക്ഷേപത്തിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ചത് ആരാണെന്നറിയാമോ? രാജ്യത്തെ ഈ സംസ്ഥാനത്ത് 140 MLA-മാരുമാണ്. നമ്മളത് മനസ്സിലാക്കണം. 140 MLA-മാരുടെയും മണ്ഡലങ്ങളിലേക്ക് കിഫ്ബിയുടെ പദ്ധതികൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 2017 ഈ പറയുന്ന കിഫ്ബിയുടെ പ്രഖ്യാപനം ധനമന്ത്രി തോമസ് ഐസക് നടത്തുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യം അറിയാമോ? മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സഭയിൽ പറഞ്ഞതാണ് കേട്ടോ. ഈ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം എന്ന് പറയുന്ന ഹരിപ്പാടാണ്. ഞാൻ വരുന്ന നാടാണ്, ആലപ്പുഴക്കാരനാണ് ഞാൻ. ആലപ്പുഴയിലെ ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്നാണ് രമേശ് ചെന്നിത്തല വരുന്നത്. ഈ കിഫ്ബിയുടെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട്, കിഫ്ബിയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടൊരു കാര്യം എന്താ അറിയോ? വലിയഴിക്കൽ പാലമാണ്. വലിയഴിക്കൽ പാലം എന്ന് പറഞ്ഞാൽ ആറാട്ടുപുഴയിൽ നിന്ന് കരുനാഗപ്പള്ളി വരെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് എന്നറിയാമോ? 124 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആലപ്പുഴ കൊല്ലം കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വലിയഴിക്കൽ പാലത്തിൻ്റെ കൂടെയാണ്. അപ്പം അതൊരു ചെറിയ കാര്യമാണോ? PK ബഷീർ, മുസ്ലിം ലീഗിൻ്റെ MLA, നിയമസഭയിൽ പറഞ്ഞ എന്താണെന്നറിയാമോ? എൻ്റെ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ വന്നിട്ടുള്ളത് എന്നാണ്. ഇവിടെ ഈ പറയുന്ന കിഫ്ബി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ റോഡ് മാത്രമാണ് നമ്മൾ കാണുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. ആശുപത്രികൾ, സ്കൂളുകൾ ചെറിയ നിക്ഷേപമല്ല. നമ്മളിരിക്കുന്ന ഈ കൊച്ചിയിലെ ക്യാൻസർ സെൻറ്റർ കിഫ്ബി പദ്ധതിയാണ്.
ഈ ബജറ്റിലാന്നേ 36 ജീവൻ രക്ഷാ മരുന്നുകൾക്ക്, ക്യാൻസർ മരുന്നുകൾക്ക് നിർമ്മലാ സീതാരാമൻ ഇളവ് പ്രഖ്യാപിച്ചത്. ഇത് കേരളം വളരെ മുമ്പേ നടപ്പാക്കിയിട്ടുണ്ട്. കേരളം വളരെ മുമ്പേ നടപ്പാക്കുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം. നമ്മൾ പിന്നോക്കമായിരിക്കണം എന്നാണ് ജോർജ് കുര്യൻ പറഞ്ഞത്. എന്നാലും നമുക്ക് കൂടുതൽ വകയിരുത്തൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പോട്ടെ, അത് വേറൊരു വിഷയമാണ്. മാത്രമല്ല, ഈ പറയുന്ന NHAI ഇപ്പോൾ നമ്മൾ വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ടല്ലോ, ദേശീയപാതാ വികസനം നടക്കുന്നു. കേരളത്തിൽ ദേശീയപാതാ വികസനം നടക്കുന്നതിൻ്റെ അടിസ്ഥാന സൗകര്യം എന്തായിരുന്നു? ഭൂമി ഏറ്റെടുക്കലായിരുന്നു, അല്ലേ? ഭൂമി ഏറ്റെടുക്കലിന് 20,000 കോടി രൂപയാണ് പ്രാദേശികമായിട്ടുള്ള റോഡ് വികസനത്തിനടക്കം. ഭൂമി ഏറ്റെടുക്കലിന് 20,000 കോടിയാണ് കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചത്. അതിൽ 6,300 കോടി രൂപ എന്ന് പറയുന്നത് ഈ ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുത്തതാണ്. രാജ്യത്തൊരേ ഒരു സംസ്ഥാനമാണ് ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കലിന് പൈസ കൊടുത്തിട്ടുള്ളത്. അത് കേരളം മാത്രമാണ്. മറ്റൊരു സംസ്ഥാനത്തിനും പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല NHAIക്ക്. അതിന് കാര്യം എന്താ പറയുക? കേന്ദ്ര സർക്കാർ പറഞ്ഞത് കേരളത്തിൽ ഭൂമിക്ക് വലിയ വിലയാണ് എന്നാണ്. ശരിയാണെന്നേ, കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ്. അവിടെ ഞാൻ നോക്കുമ്പം സ്ക്വയർ കിലോമീറ്ററിൽ നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണെന്നറിയാമോ? 860. പോപ്പുലേഷൻ ഡെൻസിറ്റി പെർ സ്ക്വയർ കിലോമീറ്റർ 860. അത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ 555. ഇനി അപ്പുറത്ത് കർണാടകയിലേക്ക് പോയാൽ 318. ആന്ധ്രാപ്രദേശിലേക്ക് പോയാൽ 309. ദേശീയ ശരാശരി എത്രയാണെന്നറിയോ? 380. രാജ്യത്തെ ദേശീയ ശരാശരി എന്ന് പറയുന്നത് പെർ സ്ക്വയർ കിലോമീറ്ററിൽ 380. കേരളത്തിൽ തന്നെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ള സ്ഥലം തിരുവനന്തപുരമാണ്. അവിടെ സ്ക്വയർ കിലോമീറ്ററിൽ എത്രയാണ് ആളുകൾ താമസിക്കുന്നറിയോ? 1509. അപ്പോൾ സ്വാഭാവികമാണ് കേരളത്തിൽ ഈ പറയുന്ന സ്ഥലത്തിൻ്റെ വില കൂടും. ആ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത് ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി 6,300 കോടി രൂപ ചെലവഴിച്ചത് ഈ പറയുന്ന കിഫ്ബിയിൽ നിന്നുള്ള ഫണ്ട് കൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന ആശുപത്രികൾ നമ്മൾ നിർമ്മിച്ചു, അല്ലേ? അതിൽ നിന്ന് യൂസർ ഫീ പിരിക്കാൻ പറ്റുമോ? അതിൽ നിന്ന് ടോൾ ഈടാക്കാൻ പറ്റുമോ? സ്കൂളുകൾ നമ്മളുണ്ടാക്കി, അതിൽ നിന്ന് ടോൾ പിരിക്കാൻ പറ്റുമോ? അതിൽ നിന്ന് യൂസർ ഫീ പിരിക്കാൻ പറ്റുമോ? നടക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയൊരു കനത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് അത് കിഫ്ബി ഭാവന ചെയ്യപ്പെടുന്ന സമയത്ത് ആ സംഭവം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് നമുക്ക് കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടൊരു ഒരു പ്രശ്നമില്ല. നമുക്ക് കോടതിയിൽ പോകേണ്ടി വന്നിട്ടില്ല. നമുക്ക് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഡൽഹിയിൽ പോയി പ്രകടനം നടത്തേണ്ടി വന്നിട്ടില്ല. നമുക്ക് കുത്തിയിരിപ്പ് സമരം നടത്തേണ്ടി വന്നിട്ടില്ല. ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ GSTയുമായി ബന്ധപ്പെട്ടും ഇളവുകളുടെ പ്രശ്നം, വെട്ടിക്കുറയ്ക്കലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്ന് ഭാവന ചെയ്യപ്പെടുമ്പോൾ ഈ പ്രശ്നം ഇല്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തോമസ് ഐസക് പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, യൂസർ ഫീയും ഏർപ്പെടുത്തില്ല, ടോളും ഏർപ്പെടുത്തില്ല. പക്ഷേ അന്ന് ഈ പ്രതിസന്ധികളില്ല. ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ തന്നെയാണ് നമ്മളോട് ഈ മാതൃക പറഞ്ഞത്. ഗംഭീരാന്നേ, ഞങ്ങൾ NHAI വഴി കൃത്യമായി ടോൾ പിരിക്കുന്നുണ്ട്. ഇനി വേറെ കാര്യം കൂടി പറയാം. ഈ ദേശീയപാത വികസിച്ച് കഴിഞ്ഞാൽ, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോളുണ്ട്. ഈ ടോൾ ആർക്കാ പോകുന്നതെന്നറിയാമോ? സംസ്ഥാന സർക്കാരിനല്ല, NHAIക്കാണ് പോവുക. അതിൻ്റെ ടോള് 75,000 കോടി രൂപ മുടക്കിയിട്ടാണ് നമ്മൾ ഈ ദേശീയപാത വികസനം നടപ്പാക്കാൻ പോകുന്നത്. പ്രതിമാസം ഒരു 75 ലക്ഷം രൂപ ടോള് പോകും കേരളത്തിൽ നിന്ന്. അങ്ങനെയാണ് അത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വന്നു നിൽക്കുന്ന ഒരു പ്രതിസന്ധി നമുക്ക് കിഫ്ബിയിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. കിഫ്ബി എന്ന് പറയുന്ന പരിപാടിയിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 87,500 കോടിയുടെ മൂലധന നിക്ഷേപം സംഭവിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 221 റോഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ, പുതിയ 221 റോഡുകൾ വന്നിട്ടുണ്ട്. 15 ഫ്ലൈ ഓവറുകൾ വന്നിട്ടുണ്ട്. 91 മേൽപ്പാലങ്ങൾ വന്നിട്ടുണ്ട്. ഈ രീതിയിലുള്ള വികസനം സംഭവിച്ചിട്ടുണ്ട്. ആ വികസനത്തിൻ്റെ മുഴുവൻ ഗുണഭോക്താക്കൾ ഈ പറഞ്ഞ് ഇന്ന് പ്രതിഷേധിച്ചിട്ടുള്ള പ്രതിപക്ഷ MLA അടക്കമുണ്ട്. ഞാൻ പറയുന്നത് MLA ചിലവാക്കാൻ കൊടുത്തു, അല്ലെങ്കിൽ MLA കൊടുക്കുന്നത് മണ്ഡലത്തിലേക്കാണ് കിട്ടുന്നത്. മണ്ഡലത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഗുണഭോക്താക്കൾ നമ്മൾ ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാമ്പത്തിക സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു റവന്യൂ ജനറേറ്റിംഗ് മോഡലായിട്ട് വന്നേ പറ്റൂ. അപ്പോഴും ഈ ടോൾ എന്ന് പറയുന്നത് ഒരു വലിയ ഇടുത്തിയായിട്ട് വന്നു വീഴാനും പോകുന്നില്ല. ഇതിപ്പോൾ VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട് സഭയ്ക്കകത്ത്, നിങ്ങളുടെ ആരുടെയും തറവാട്ടിൽ നിന്ന് വിറ്റുകൊണ്ടുവന്ന സ്വത്തെടുത്തിട്ടല്ല കിഫ്ബിയുടെ പണം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ശരിയാണ്. ആരുടെയും തറവാട്ട് സ്വത്തല്ല. അതിനൊരു കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കോർപ്പസ് ഫണ്ട് കൊണ്ട് മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് വരുമ്പോൾ ഒരു റവന്യൂ ജനറേറ്റിംഗ് മോഡലിലേക്ക് അതിനെ മാറ്റി തീർക്കേണ്ടതുണ്ട്. ആ മാറ്റി തീർക്കേണ്ട സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു കാര്യം മാത്രമാണെന്നേ, ഈ പറയുന്ന റോഡിൻ്റെ ടോള് മാത്രമാണ് ഈ സംഭവിക്കാൻ പോകുന്നത്. മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും ഈ പറയുന്ന കിഫ്ബി വഴി ഉണ്ടാക്കിയിട്ടുള്ള സ്കൂളുകളിൽ നിന്നോ ആശുപത്രികളിൽ നിന്നോ ഒന്നും തന്നെയും ഈ ഒരു തരത്തിലുള്ള ഫീയും പിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊരു അടിയന്തര സാഹചര്യമാണ്. ആ അടിയന്തര സാഹചര്യത്തിന് കേന്ദ്ര സർക്കാർ ഒരു വഴി വെച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ ഒരു സാമ്പത്തികമായ ഞെരുക്കത്തെ മറികടക്കാൻ വേണ്ടി കിഫ്ബി നിലനിർത്തണമെങ്കിൽ ഇത്തരത്തിൽ ചില അനിവാര്യമായ നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. ഞാൻ വിചാരിക്കുന്നില്ല ഇതൊരു അതിഭീകരമായ സാമ്പത്തിക ബാധ്യതയായി സാധാരണക്കാരൻ്റെ തലയിലേക്ക് വീഴും എന്ന്. അതുകൊണ്ട് ഇത്തരത്തിൽ കിഫ്ബിയുടെ ഈ പറയുന്ന മുന്നോട്ടുള്ള പോക്കിന് ഒരു അനിവാര്യതയാണ് ടോള് എങ്കിൽ ആ ടോളിനെ സ്വാഗതം ചെയ്യണം. കാരണം കിഫ്ബിയുടെ ഗുണഭോക്താക്കളാണ് കേരളത്തിലെ ഓരോ മനുഷ്യരും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. കിഫ്ബി ടോൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ LDFിൽ അന്തിമ തീരുമാനമാകാത്തതുകൊണ്ട് ഈ വർഷം നടപ്പിൽ വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കിഫ്ബി ഈ വിഷയത്തെക്കുറിച്ച് പഠനം തുടങ്ങിയിട്ടേയുള്ളൂ. അത് LDFിൽ തന്നെ തീരുമാനമാകണം. പൊതുജനങ്ങളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തണം. അതിനിടയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരും. തദ്ദേശ തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാവുക. പക്ഷേ ഞാൻ നിലവിൽ മറ്റൊരു വഴിയുമില്ലെങ്കിൽ
കിഫ്ബി ടോളിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ്? 2 കാരണങ്ങൾ. ഒന്ന്, കേരളം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു കടക്കെണിയുണ്ട്. കേരളം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു നിയമപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൽ നിന്ന് കരകയറണമെന്നുണ്ടെങ്കിൽ നിലവിൽ കേരളത്തിന് കിഫ്ബി ടോൾ അല്ലാതെ മറ്റൊരു വഴിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ഇതിൻ്റെ നേരത്തെയുള്ളൊരു അടിസ്ഥാന കാര്യം എന്താണെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു. അത് ഞാൻ ഒന്നുകൂടി കണക്ക് വെച്ച് വിശദീകരിക്കുകയാണെങ്കിൽ, നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തിന് എത്രയാണ് കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാൻ കഴിയുക, അഥവാ വായ്പയായി നമുക്കെടുക്കാൻ കഴിയുന്നത് 3% മൊത്തം GDP-യുടെ. 11 ലക്ഷമാണ് നമ്മളുടെ GDP എന്ന് കരുതിയാൽ 11 ലക്ഷം കോടിയാണ് നമ്മളുടെ മൊത്തം GDP എന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് കടമെടുക്കാവുന്നത് ഏകദേശം അതിൻ്റെ 3.3%. ആ 3%-നോടൊപ്പം ഊർജ്ജ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ, നമ്മുടെ വൈദ്യുതി മേഖലയിലെ പരിഷ്കാരത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന ഒരു 0.5 കൂടി ചേർത്താൽ 3.5 നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. 3.5% നമുക്ക് വായ്പാ പരിധി നിശ്ചയിക്കേണ്ടതുണ്ട്. എന്നാൽ നമുക്കിപ്പോൾ ലഭ്യമായി കൊണ്ടിരിക്കുന്നത് എത്രയാണ്? വായ്പാ പരിധി നിശ്ചയിച്ചിരിക്കുന്നത് 3.5 ആണെങ്കിലും 2022-23 നമുക്ക് ലഭിച്ചത് 2.44% ആണ്. 2023-24 നമുക്ക് ലഭിച്ചത് 2.88 ആണ്. ഇത് എത്രയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 11,000 കോടി മുതൽ 13,000 കോടിയോളം രൂപ പ്രതിവർഷം നമുക്ക് വായ്പാ പരിധിയിൽ തന്നെ കുറവ് വരുന്നു എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ തവണ ഇത് അല്പം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നിലവിൽ ഇതിൻ്റെ അടിസ്ഥാന വിഷയമായി പറഞ്ഞത് കിഫ്ബി മാത്രമല്ല, നമ്മൾ പെൻഷന് വേണ്ടി രൂപം കൊടുത്തിരിക്കുന്നൊരു കമ്പനിയുണ്ട്. അതിൻ്റെ പേരിലുള്ള പെൻഷൻ ഫണ്ടിൻ്റെ പലിശയും കിഫ്ബിയുടെ വായ്പയും നിലവിൽ കേരളത്തിൻ്റെ കടമെടുപ്പിൻ്റെ പരിധിയിലാണ് ഉൾപ്പെടുത്തുന്നത് കേന്ദ്രം. ഇവിടെയാണ് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഇല്ലാത്ത ഒരു ബാധ്യത കേരളത്തിലെ കിഫ്ബി എന്ന് പറയുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്ന ഓഫ് ബഡ്ജറ്റിംഗ് ബോറോയിങ്ങിന് എങ്ങനെയാണോ സമാനമായ രീതിയിൽ നമ്മൾ കിഫ്ബിയെ നിശ്ചയിച്ചിട്ടും കിഫ്ബിക്ക് മേൽ വന്ന് പെടുന്നത്. അതിനൊരു ഒറ്റ കാരണമാണ്. ആ കേസിന് പോയത് മാത്യു കുഴൽനാടനാണ് കേരളത്തിൽ നിന്ന്. മാത്യു കുഴൽനാടൻ അന്ന് BJP സർക്കാർ പറഞ്ഞ അതേ വാദം മുന്നിൽ വെച്ചുകൊണ്ട് CAG റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെയാണ് കോടതിയിൽ കേസ് വാദിച്ചത്. ഒടുവിൽ CAGയും റിപ്പോർട്ടിൽ അതേ കാര്യം തന്നെ കുറിച്ചു വെച്ചു. ഒടുവിൽ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമെടുത്തു. കേരളത്തിന് കിട്ടുന്ന വായ്പാ പരിധിയിൽ കിഫ്ബിയുടെയും പെൻഷൻ ഫണ്ടിൻ്റെയും കൂടി പണം കൂടി ഉൾപ്പെടുത്തണം. അതിൻ്റെ കാരണം നമ്മുടെ ഷുവട്ടി എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ മാത്രം ഗ്യാരണ്ടിയിലാണ് ഈ കിഫ്ബി പ്രവർത്തിക്കുന്നത്. അഥവാ കിഫ്ബിയിൽ നിങ്ങൾ പണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ പണം തിരിച്ച് 30-40 വർഷത്തിന് ശേഷം പണം തിരിച്ചു കൊടുക്കണമെങ്കിൽ അത് കേരള സർക്കാരിൻ്റെ ബാധ്യതയാണ്, മറ്റൊരു സോഴ്സും അതിനില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്യാരണ്ടി അത് സർക്കാരാണ് ഗ്യാരണ്ടി. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കാര്യത്തിലും സർക്കാർ തന്നെയാണ് ഗ്യാരണ്ടി. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് NHAയ്ക്ക് ഇല്ലാത്തൊരു കാര്യം കേരളത്തിന് മാത്രം ബാധകമെന്നൊരു ക്വസ്റ്റ്യൻ ലീഗൽ പോയിന്റ് ആയിട്ട് വന്നു. സംഭവം ശരിയല്ലേ? NHAയ്ക്ക് ഒരു നിയമം, കേരളത്തിൽ കിഫ്ബിക്ക് ഒരു നിയമം എന്ന് വരുന്നത് ശരിയല്ലല്ലോ. ഒടുവിൽ 33,000 രൂപ കിട്ടേണ്ടടുത്ത് ഏകദേശം 11,000 രൂപ കുറച്ച് 22,000 കോടിയായിട്ട് കടമെടുക്കൽ പരിധി നിശ്ചയിച്ചപ്പോഴാണ് കേരളം ആ ഞെട്ടൽ തിരിച്ചറിഞ്ഞത്. 11,000 കോടി ഒരു വർഷം നമുക്ക് കടമെടുക്കുന്നതിന് വിലക്ക് വരികയാണ്. അത് എത്രമാത്രം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ അടിസ്ഥാന വിഷയങ്ങൾ, പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾ, നമ്മുടെ വീട്ടിലേക്ക് ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ കിട്ടുന്നതിൽ നിന്നാണ്. അപ്പോഴാണ് വലിയ ചോദ്യം ഡിബേറ്റായിട്ട് ഉയർന്നു വന്നത്. നിങ്ങൾക്കൊരു ഭാഗത്ത് കിഫ്ബി വേണോ കിഫ്ബി വേണ്ടേ എന്നൊരു ചോദ്യമാണ്. പ്രതിപക്ഷം ആദ്യം കിഫ്ബി എതിർത്തു. നേരത്തെ പറഞ്ഞ മലപ്പൊടിക്കാരൻ്റെ സ്വപ്നം, ഇന്ന് ധനമന്ത്രി പറഞ്ഞത് കഴുത്ത് പിടിച്ച് ജനിക്കാൻ ശ്രമിച്ചു എന്നാണ്. ശരിയാണ്, ഇത് നിങ്ങൾ കടക്കണിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു പ്രതിപക്ഷം ആരോപിച്ചു. പക്ഷേ അതിൽ ഏറ്റവും അപകടകരമായ കാര്യം കോടതിയിൽ പോയൊരു വിധി ഇതിനെതിരെ സമ്പാദിക്കുകയും അത് കേന്ദ്ര സർക്കാർ ഉത്തരവായിട്ട് പുറത്തിറക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ സാമ്പത്തിക വർഷം 11,000 കോടിയുടെ നഷ്ടമുണ്ടാകുമെന്ന് നമ്മൾ കരുതി. പക്ഷേ പിന്നീട് പെൻഷൻ ഫണ്ട് അതിൽ എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. ഇപ്പോൾ 5,700-6,000 കോടി രൂപയുടെ നഷ്ടം പ്രതിവർഷം നമുക്കുണ്ടാവുന്നത് ഈ കിഫ്ബിയുടെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് നമ്മുടെ വായ്പാ പരിധിയിൽ വന്നത് കാരണമാണ്. ഇതെങ്ങനെ പരിഹരിക്കും? NHAയ്ക്ക് ഇല്ലാത്തൊരു കാര്യം കിഫ്ബിക്ക് വന്നപ്പോൾ NHAയുടെ ന്യായമായി നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ NHA വരുമാനമുണ്ടാക്കുന്നു, റവന്യൂ ജനറേറ്റിംഗ് ആണ്. നിങ്ങളുടെ കിഫ്ബി റവന്യൂ ജനറേറ്റിംഗ് ആണോ എന്നാണ് ചോദിച്ചത്. റവന്യൂ ജനറേറ്റിംഗ് ആയ കുറേ പദ്ധതികൾ സർക്കാർ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. എത്ര പദ്ധതികൾ. ഉദാഹരണത്തിന് നമ്മളുടെ മെഡിക്കൽ കോളേജുകളിലെ പേവാർഡ് കിഫ്ബിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാ. ആ പേവാർഡുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം, അതേപോലെ ലൈഫ് സയൻസ് പാർക്കുകളിൽ നിന്ന് കിട്ടുന്നത് പോരാ. അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ആദായവും നിങ്ങളുടെ ഈ വരുമാനവും തമ്മിൽ അന്തരമില്ല. അതുകൊണ്ട് ഇത് വീണ്ടും സർക്കാരിൻ്റെ ബാധ്യതയായി മാറുന്ന സാഹചര്യത്തിൽ കൺവിൻസിംഗ് ആയിട്ട് നിങ്ങൾ ഇതൊരു റവന്യൂ ജനറേറ്റിംഗ് മോഡലാണെന്ന് തെളിയിക്കണം. എങ്ങനെ? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എങ്ങനെയാണോ റവന്യൂ ജനറേറ്റിംഗ് മോഡലാവുന്നത് അതേപോലെ കിഫ്ബിയും ഒരു റവന്യൂ ജനറേറ്റിംഗ് മോഡലായിട്ട് തീരുമാനിക്കണം. സർക്കാരിന് മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, കിഫ്ബിയെ വേണ്ടെന്ന് വയ്ക്കാം.
കിഫ്ബിയെ വേണ്ടെന്ന് വെച്ച് പരമ്പരാഗതമായി പ്ലാൻ ഫണ്ടുകളിലൂടെ നമ്മൾ എങ്ങനെയാണോ വികസനം കൊണ്ടുവന്നത്, എങ്ങനെയാണോ സ്കൂളുകളും പാലങ്ങളും ആശുപത്രികളും കെട്ടിയത്, അതേപോലെ മുന്നോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ ഒരു വികസനവും നടക്കില്ല. കാര്യം ഈ പണം മാർക്കറ്റിൽ നിന്ന് നമുക്ക് ബോറോ ചെയ്യാൻ കഴിയില്ല. നിലവിൽ സർക്കാർ കൊടുക്കുന്ന പണത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ബോറോ ചെയ്യാൻ കഴിയൂ. ഇനിയൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അതാണ് ഇതിൽ ഏറ്റവും വലിയ ക്രൂരത. 2019 ഈ സംവിധാനം നിലവിൽ വന്നപ്പോൾ അതിന് തൊട്ടു മുമ്പുള്ള വർഷങ്ങളിൽ കിഫ്ബി എടുത്തിരിക്കുന്നത് പോലും, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കിഫ്ബി എടുത്തിരിക്കുന്ന പണം കൂടി ഗഡുക്കളായി ഈ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന വിചിത്രമായ ഒരു തിട്ടൂരം കൂടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. അപ്പോൾ സ്വാഭാവികമായും വീണ്ടും നമുക്ക് ബാധ്യത കൂടി. ഇപ്പോൾ കടമെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. നേരത്തെ കടമെടുത്തതിന് വേണ്ടി നമ്മളെ പീനലൈസ് ചെയ്യുന്ന അവസ്ഥയുണ്ടാവുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ മുന്നിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് മികച്ച സ്കൂളുകൾ വേണോ? മികച്ച ആശുപത്രി വേണോ? മികച്ച റോഡുകൾ വേണോ? മികച്ച പാലങ്ങൾ വേണോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം യഥാർത്ഥത്തിൽ വേണമെന്ന് തന്നെയാണ്. പക്ഷേ പണം എവിടെ നിന്ന് കിട്ടും? ആ പണം നിങ്ങൾക്ക് കിഫ്ബിയിലൂടെ അല്ലാതെ മറ്റേതെങ്കിലും വഴിയിൽ ബോറോ ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിന് നിയമത്തിൻ്റെ പിൻബലത്തോടു കൂടി കിഫ്ബി രൂപീകരിക്കുമ്പോൾ അതിൽ നേരത്തെ മസാല ബോണ്ടിലൊക്കെ വലിയ ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് സർക്കാർ തിരിച്ചടച്ചു. അപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ മറികടക്കാൻ ഇതൊരു റവന്യൂ ജനറേറ്റിംഗ് മോഡലാണെന്ന് നമുക്ക് സ്ഥാപിച്ചേ മതിയാവൂ. ആ റവന്യൂ ജനറേറ്റിംഗ് മോഡലായി അതിനെ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ടോളുകളല്ലാതെ മറ്റെന്തു മാർഗം എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇപ്പോൾ ഇവിടെ അനുവദിച്ചിരിക്കുന്ന 87,000-ലധികം കോടി രൂപ, 87,367 കോടി രൂപയുടെ പ്രോജക്റ്റ് 2024 ഡിസംബർ 31 വരെ നടപ്പിലാക്കി കഴിഞ്ഞു. അതിൽ 20,000 കോടി മാറ്റിവെച്ചോളൂ. 20,000 കോടി ഭൂമി ഏറ്റെടുക്കലിനാണ്. അതിൽ 6,000 കോടി കൊടുത്തിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടിയാണ്. മറ്റൊരു സംസ്ഥാനത്തിനും കൊടുക്കാത്ത വിധത്തിൽ നമ്മുടെ സംസ്ഥാനം 6,000 കോടി രൂപ കിഫ്ബിയുടെ ഫണ്ടിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ഫണ്ടിൽ നിന്ന് കൊടുത്താണ് നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പണി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് ടോളിൽ നിന്ന് 5 പൈസ കേരളത്തിന് കിട്ടില്ല. അതായത് ആ 6,000 കോടി രൂപ നമ്മൾ ഭൂമി ഏറ്റെടുക്കാൻ കൊടുത്തതിൻ്റെ ഒരു വിഹിതം പോലും കിഫ്ബിയിലേക്ക് തിരിച്ച് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കൊടുക്കില്ല. അപ്പോൾ 6,000 കോടി കൊടുത്തത് കിഫ്ബി ഫണ്ടിൽ നിന്നാണ്. ആ പണം ഇവിടെ നിന്ന് കണ്ടെത്തും? കേന്ദ്ര സർക്കാരിനുള്ള ചോദ്യത്തിന് അത് നിങ്ങൾ റവന്യൂ ജനറേറ്റിംഗ് മോഡലാക്കിക്കോളൂ. പക്ഷേ 6,000 കോടിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ടോളിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ അർത്ഥത്തിലും കൂച്ചുവിലങ്ങിടുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന് മുന്നിൽ ഒന്ന് കിഫ്ബിയെ ഒരു റവന്യൂ ജനറേറ്റിംഗ് മോഡലാക്കി മാറ്റണം. നമ്പർ 2, അങ്ങനെ കേന്ദ്ര സർക്കാരും കോടതിയും നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു പരിമിതിയിൽ നിന്ന് മറികടക്കണം. അങ്ങനെ മറികടന്നാൽ നമ്മളെ ഇത് നമ്മുടെ വായ്പാ പരിധിയിൽ നിന്ന് ഒഴിവാക്കി കിട്ടും. വായ്പാ പരിധിയിൽ നിന്ന് ഒഴിവാക്കി കിട്ടിയാൽ ആ അർത്ഥത്തിൽ നമുക്ക് സർക്കാരിൽ നിന്ന് കൂടുതൽ പണം 3.5% എന്ന നിലയിൽ കടമെടുക്കാൻ സാധിക്കും. അങ്ങനെ കടമെടുക്കുകയാണെങ്കിൽ നമ്മളുടെ വികസന പ്രവർത്തനങ്ങൾ നിർബാധം തടസ്സമില്ലാതെ മുന്നോട്ട് പോകും. എന്നാൽ പ്രതിപക്ഷം ഇപ്പോൾ ശ്രമിക്കുന്നതിനാണ് കിഫ്ബിയിൽ ടോള് പാടില്ല എന്ന് സർക്കാർ പറയുന്നു. പക്ഷേ അതേസമയം നോക്കൂ, ദേശീയപാതയിൽ ഇനി വരാൻ പോകുന്ന സ്ഥലങ്ങളിലും ടോളുകൾ വരാൻ പോവുകയാണ്. ഇവിടെ ടോൾ എത്ര വരും? ഭൂനികുതിയുടെ കാര്യത്തിൽ പ്രതിപക്ഷം ഇങ്ങനെയാണ് പറഞ്ഞത്. ഭൂനികുതി വലിയ രീതിയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. ഒടുവിൽ കണക്ക് നമ്മൾ തന്നെ കാണിച്ചു. ഒരു ഭൂനികുതിയിൽ യഥാർത്ഥത്തിൽ നമ്മളുടെ ഇന്നിപ്പോൾ ഏതോ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ഒരു ട്രോൾ ഞാൻ കണ്ടു. നിങ്ങൾ ഒരു ഏത്തപ്പഴംപൊരി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ GST അടയ്ക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് 10 സെൻറ്റിൽ താഴെയാണ് പഞ്ചായത്തിൽ നിങ്ങളുടെ ഭൂമിയെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂനികുതി അടയ്ക്കേണ്ടി വരുന്നത്. അത്ര ചെറിയൊരു തുകയാണ് നിങ്ങൾക്ക് ഭൂനികുതി അടയ്ക്കേണ്ടി വരുന്നത്. അതേപോലെ സമാനമായ തുകയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം യൂസർ ഫീ എന്ന പേരാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അത് നിർബന്ധിക്കപ്പെടുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ 600ഓളം ഏക്കറുകൾ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ കെമിക്കൽ പാർക്ക് നമുക്ക് വന്നിട്ടുണ്ട്. പെട്രോ കെമിക്കൽ ആൻഡ് ഫാർമ പാർക്ക് കൊച്ചിയിൽ വന്നിട്ടുണ്ട്. 1800ഓളം കിലോമീറ്റർ നമ്മളുടെ കോസ്റ്റൽ ഏരിയയിൽ തന്നെ റോഡ് നിർമ്മാണത്തിന് കിഫ്ബി ഫണ്ട് ഇറക്കിയിട്ടുണ്ട്. അതേപോലെ 125 ഏക്കറിൽ പരന്നു കിടക്കുന്ന ലൈഫ് സയൻസ് പാർക്കുണ്ട്. 45,000-ലധികം ഹൈടെക് ക്ലാസ് റൂമുകൾ നമ്മളുടെ സംസ്ഥാനത്ത് ഈ കിഫ്ബി വഴി നടപ്പിലാക്കിയിട്ടുണ്ട്. കിഫ്ബി വേണ്ടേ എന്ന ചോദ്യമാണ് നമ്മുടെ മുന്നിൽ. കിഫ്ബി വേണമെങ്കിൽ നമുക്കതിനെ റവന്യൂ ജനറേറ്റിംഗ് മോഡലാക്കി നിലനിർത്തേണ്ടതുണ്ട്. പക്ഷേ അത് ഭീകരമായ ടോളിലേക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ളതിനോട് നമ്മൾ യോജിക്കുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഈ നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പോൾ സർക്കാർ ഒരു സംവിധാനം കൂടെ കൊണ്ടുവരുന്നുണ്ട്. ഈ ബഡ്ജറ്റിൽ IT പാർക്കുകൾ കൊണ്ടുവരാൻ പോകുന്നു. കൊല്ലത്ത് IT പാർക്ക് വരുന്നു, കൊട്ടാരക്കര IT പാർക്ക് വരുന്നു, കണ്ണൂർ IT പാർക്ക് വരുന്നു. ഈ IT പാർക്കുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള മുതൽ മുടക്കില്ലാതെ തന്നെ റവന്യൂ ജനറേറ്റിംഗ് മോഡലായിട്ടാണ് കിഫ്ബി അതിനെ വിഭാവനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കിഫ്ബി എന്നൊരു ആശയത്തെ നമുക്ക് കൊല്ലാൻ കഴിയില്ല. കിഫ്ബി എന്ന ആശയത്തെ കൊല്ലാതിരിക്കണമെങ്കിൽ നിലവിൽ കിഫ്ബി മുന്നോട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കിഫ്ബിക്ക് മേലുള്ള ഒരു ഡെമോക്രസിൻ്റെ വാള് പോലെ കിടക്കുന്ന ഈ വായ്പാ പരിധിയുടെ പരിമിതിയിൽ നിന്ന് അതിനെ നമുക്ക് മറികടത്തേണ്ടതുണ്ട്. അതിന് ഈ സ്വാഭാവികമായും റവന്യൂ ജനറേറ്റിംഗ് മോഡലായി കിഫ്ബി മാറ്റേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ കിഫ്ബി റോഡുകളിൽ ടോൾ വരും. വരാതിരിക്കാതെ അത് സാധ്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ടോൾ വരുമ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് സാധാരണ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം. പക്ഷേ എന്തുകൊണ്ട് ടോൾ വരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉണ്ണി സാർ നേരത്തെ മറുപടി പറഞ്ഞതുപോലെ നമ്മൾ കേരളത്തിൽ എന്താണ് ഇത്രയും നാൾ സംഭവിച്ചിട്ടുള്ളത്? നമ്മൾ ആരോഗ്യം,
പിന്നെന്താണ് വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ എന്നീ സംവിധാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പണ്ട് കാലങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് എന്താണ് വികസനങ്ങളിൽ കാര്യമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടില്ല എന്നുള്ളത്. നമ്മൾ റോഡിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല, പാലത്തിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല, ബിൽഡിംഗ് സ്ട്രക്ചറുകൾക്ക് വേണ്ടി, ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ, ഇപ്പോൾ വിദ്യാഭ്യാസം നമ്മൾ മുന്നോട്ട് പോയെങ്കിലും വിദ്യാഭ്യാസം ചെയ്യുന്ന ബിൽഡിങ്ങുകളോ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളോ എത്ര ശതമാനം വികസിച്ചു എന്നുള്ള കാര്യങ്ങളിലൊക്കെ വളരെ പുറകിലായിരുന്നു നമ്മൾ. പക്ഷേ 2018 ശേഷം എന്താണ് സംഭവിച്ചത്? ഏകദേശം 1 ലക്ഷം കോടി രൂപയോളം അടുത്തുള്ള ഒരു വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും അങ്ങനെ വന്നിട്ടുണ്ടാവില്ല. ഒരു സ്റ്റേറ്റിലും അത്രയും വലിയൊരു ഇമ്മീഡിയറ്റ്ലി ഒരു സമയങ്ങളിൽ വന്നിട്ടില്ല. കാരണം എന്താണ്? അന്ന് എന്താണ് കിഫ്ബി തുടങ്ങുന്ന കാലത്ത് ഈ പറയുന്ന ബഡ്ജറ്റിന് പുറത്ത് എങ്ങനെ ഒരു സംവിധാനം നിലനിർത്താമെന്നും അതിൽ നിന്ന് എങ്ങനെ പണം കണ്ടെത്താമെന്നും എങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാമെന്നും ഉള്ള ഒരു ആലോചനയിൽ നിന്ന് വന്ന സാധനമാണ് ഈ കിഫ്ബി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് അവർ പണം കണ്ടെത്താൻ ഒരിക്കലും ഈ പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള ഫണ്ടുകളല്ലല്ലോ ഒരിക്കലും കിഫ്ബിക്ക് ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നത്. കാരണം എങ്ങനെയാണ്? കാരണം എന്ന് പറയുന്നത് അവർ ലോൺ എടുക്കാൻ തീരുമാനിച്ചു, മസാല ബോണ്ട് തീരുമാനിച്ചു, പിന്നെന്താണ് നമ്മുടെ നോർക്ക റൂട്ട്സ് നിന്ന് ലോൺ എടുക്കാൻ തീരുമാനിച്ചു, ചിട്ടികൾ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വിവിധമായ സംവിധാനങ്ങളിൽ കൂടെ ഇതിൽ പണം കണ്ടെത്തുകയും ആ പണത്തിനനുസരിച്ച് അടിസ്ഥാനം വികസിപ്പിക്കുകയും അടിസ്ഥാന വികസനം ഉണ്ടാകുമ്പോൾ നാട് വികസിക്കുകയും എന്നുള്ളതാണ് തോമസ് ഐസക്കിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അത് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംസ്ഥാനം അങ്ങനെ ധൈര്യം കാണിച്ചിട്ടില്ല. 2018 മുൻപുള്ള ബഡ്ജറ്റുകളിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം എന്തായിരുന്നു അറിയോ? ഇത്ര പാലത്തിന് 75 ലക്ഷം രൂപ, ഇത്ര പാലത്തിന് 1 കോടി രൂപ, അടുത്ത പാലത്തിന് പിന്നെ സ്ഥലത്ത് ഏകദേശം ഒരു പാലവും പിന്നെ നമ്മുടെ KM മാണിൻ്റെയൊക്കെ ബഡ്ജറ്റുകൾ ഇങ്ങനെ നീണ്ടു പോകും. എങ്ങനെയാണ്? പാലത്തിൻ്റെ 75, 50, 25, 10, 50, 100 കൊടുത്തതിൻ്റെ കണക്കാണ്. അതെല്ലാം PWDക്ക് വകയിരുത്തുകയും ചെയ്യും. അപ്പോൾ സുധാകരൻ എന്താണ് PWDക്ക് ഒരു ഫണ്ട്, ഇറിഗേഷൻ ഒരു ഫണ്ട്, മറ്റേ മന്ത്രിക്ക് ചുരുക്കം പറഞ്ഞാൽ എല്ലാ മന്ത്രിമാർക്കും കുറച്ച് ഫണ്ട് വീതം വെച്ച് കൊടുക്കുകയായിരുന്നു അന്നത്തെ ഒരു സംവിധാനം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ? ഇപ്പോൾ ഒരു സത്യം പറഞ്ഞൊരു പ്ലാനുണ്ട്. പ്ലാൻ എന്താണ്? പ്ലാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അധ്യക്ഷനായ ഒരു സംവിധാനമാണ് ഈ പ്ലാൻ പാസ്സാക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം 6000 കോടി രൂപേൻ്റെ പ്ലാനാണ് വകയിരുത്തത്. 5800 സംതിങ് കോടി രൂപേൻ്റെ കഴിഞ്ഞ വർഷം വകയിരുത്തി 5500 പ്ലാൻ പാസ്സാക്കുകയാണ്. ആ പ്ലാൻ പാസ്സാക്കുമ്പോൾ അതിനൊരു ഓഡിറ്റിങ്ങും അതിൻ്റെ ഒരു സംവിധാനം ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. CNTGയുടെ ഓഡിറ്റിംഗ് ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് ഇത് പൊളിയാനുള്ള കാരണം? പൊളിഞ്ഞിട്ടില്ല, ഞാൻ പൊളിഞ്ഞു എന്ന് പറയില്ല ഒരിക്കലും കേട്ടോ. എന്താണ് ഇതിനൊരു തടസ്സം വരാനുള്ള കാരണം? ഇപ്പം GST വരുമാനം നമ്മുടെ കയ്യിലില്ല. GST വരുമാനം കാര്യമായി വെട്ടിക്കുറച്ചു. എന്തിനാണ് നമ്മൾ നവകേര സദസ്സ് കാസർഗോഡ് തിരുവനന്തപുരം നടത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ GST വരുമാനം കേന്ദ്രം ഗണ്യമായി വെട്ടിക്കുറച്ചു നമ്മുടെ കയ്യിൽ നിന്ന്. അത് മാത്രമാണോ? കടമെടുപ്പ് പരിധി ഈ GST ഏതോ ഈ പറയുന്ന കിഫ്ബിൻ്റെ എമൗണ്ടും കൂടെ കടമെടുപ്പ് പരിധിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ 2018 തുടങ്ങിയിട്ടുള്ള പിന്നെ മുൻകാല പ്രാബല്യത്തോടു കൂടി ഇപ്പോൾ ഒന്നിച്ച് കട്ട് ചെയ്യാണ്. 4-5 ഘട്ടങ്ങളായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ 10-30,000 കോടി അങ്ങനെ തന്നെ കട്ട് ചെയ്തു. നമ്മൾ എങ്ങനെയാണ് ഈ കടം എടുക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ കടം എടുക്കുന്നത് എന്തിനാണ്? നമ്മൾക്ക് അത്യാവശ്യം വരുന്ന ഫണ്ട് നമ്മുടെ കയ്യിൽ എത്താത്ത സ്ഥലം, എന്നാൽ പിരിവുകൾ എത്താത്ത സ്ഥലം. നമ്മളെങ്ങനെയാണ്? നമുക്ക് വേറെ വരുമാനങ്ങൾ നമ്മുടെ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് ആകെ എന്താണ്? കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഇവിടെ നമുക്ക് ആകെ എന്താ വരുമാനം? കൺസ്യൂമർ നിന്ന് ടാക്സിൽ നിന്ന് മാത്രമാണ്. പിന്നെന്താ? റോഡ്, പെട്രോൾ, മറ്റുള്ള സംവിധാനങ്ങൾ മാത്രമുള്ള ടാക്സല്ലേ നമ്മുടെ അടുത്തുനിന്നുള്ള. അല്ലാതെ വേറെ എന്ത് വരുമാനം നമ്മുടെ അടുത്ത്? നമുക്ക് കാര്യമായ വരുമാനങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട് വരുമാനം വരുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും കേരളത്തിലില്ല. നമ്മുടെ അടുത്ത് IT പാർക്കുകളില്ല കാര്യമായിട്ട്, നമ്മുടെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ കാര്യമായിട്ടില്ല. മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ നമ്മൾ പറയും, നമ്മൾ തമിഴ്നാട്ടിൽ പോയി പറയും പിന്നെ BMW വന്നു, പിന്നെ എന്താണ് മറ്റേ ഐഫോണിൻ്റെ ഫാക്ടറി വന്നു. നമ്മുടെ അടുത്ത് സ്ഥലം പോലും ഇല്ല. നമ്മളെന്താ സംഭവം? ഇപ്പം നമുക്ക് റോഡ് എടുക്കണം. ഇപ്പോൾ ഒരു എന്താണ് വ്യാവസായിക ഇടനാഴി വേണം. വ്യാവസായിക ഇടനാഴികൾക്ക് റോഡ് വേണ്ടേ? റോഡിന് വേണ്ടിയിട്ട് പണം വേണ്ടേ? അത് ഏറ്റെടുക്കണ്ടേ? ഉണ്ണി സാർ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലത്തിന് ഏറ്റവും വില കൂടിയ സ്ഥലം ഇന്ത്യയിൽ തന്നെ ഇത്രയും വില കൂടിയ സ്ഥലങ്ങൾ വളരെ കുറവാണ്. കാരണം എൻ്റെ സ്റ്റേറ്റിന് വിലയുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് വില കൂടിയുള്ള സ്ഥലങ്ങളാണ്. ഈ ഇടനാഴികൾ ഏറ്റെടുക്കാൻ വേണ്ടി പണം വേണം. അങ്ങനെ പണം കണ്ടെത്തണം. എവിടെ നിന്ന് കണ്ടെത്തും? അത് ഈ പറഞ്ഞ പ്ലാൻ ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല. എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് ആകെ വരുന്ന 38,000-40,000 കോടീൻ്റെ എക്സ്പെൻഡിച്ചർ ഒരു വർഷമുള്ളൂ. അതെടുത്തിട്ട് ഇത് മുഴുവൻ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതിന് പുറത്ത് പണം കണ്ടെത്തണം. പുറത്ത് പണം കണ്ടെത്താൻ എന്താണ്? 50 വർഷത്തേക്കോ 75 വർഷത്തേക്കോ 40 വർഷത്തേക്കോ ലോൺ എടുക്കാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഞങ്ങളുടെ അടുത്ത് 2 ലക്ഷം കോടി ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് 2 ലക്ഷം കോടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ കേരളത്തിൽ നടത്തേണ്ടത്. ആ നടത്താനുള്ള പണം ഞങ്ങൾ ലോൺ എടുക്കുന്നു. ഞങ്ങൾ 50 വർഷം കൊണ്ട് വീട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ നമുക്കതിന് സമയമുണ്ട്. 2 ലക്ഷം കോടി 50 വർഷം കൊണ്ട് തിരിക്കാൻ നമുക്ക് ആകെ എത്രയാണ്? 1000 കോടി 1500 കോടി ഓരോ വർഷം അടച്ചടച്ച് തീർത്താൽ മതി. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്ന ഉയർച്ച എത്ര വലുതാണ്? ആ കടമെടുപ്പ് പരിധിനെയാണ് ഒറ്റയടിക്ക് വെട്ടിയത്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഉണ്ണി സാർ പറഞ്ഞതുപോലെ കേരളത്തിലുള്ള ഇത്രയധികം പാലങ്ങൾ, 511ഓളം റോഡുകൾ, നമ്മുടെ റോഡുകൾ ഇപ്പോൾ എന്താ? ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാ സിറ്റികളെയും കണക്ട് ചെയ്തിട്ട് ഒരു പിന്നെ റോഡുണ്ട്. കാരണം സാധാരണ നമ്മൾ വളരെ ട്രാഫിക് ബന്ധപ്പെട്ട് നമ്മൾ ടൗണിൻ്റെ ഉള്ളിൽ കൂടെ തിരഞ്ഞ് മണിക്കൂറുകൾ സമയമെടുത്ത് പോകുന്നതിന് പകരം ഇപ്പം എന്താണ്? ഒരു ബദൽപാതയുണ്ട്.
അതിന് നമ്മൾ ടൗണിൽ പോകേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞ ഹൈവേയിലേക്ക് ഇറങ്ങും. അല്ലെങ്കിൽ അത് കേരളം മുഴുവൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകളും, എല്ലാ ഗവൺമെൻറ് സ്കൂളുകളും എന്തായി, പുതിയ ബിൽഡിങ്ങുകൾ വന്നു. കേരളത്തിലെ MLA-മാർ മുഴുവൻ, എല്ലാ MLA-മാരും 1-2 സ്കൂളെങ്കിലും മിനിമം ഇല്ലാത്ത ഒരു MLA-മാരും ഇല്ല. ഈ ബസ് സ്റ്റാൻഡുകളിലേക്ക് പോകുന്ന ബസ്സുകളും അല്ലാത്ത ബസ്സുകളും ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട്. വേറെ റോഡുകൾ ഒത്തിരി വന്നു. ഇനി എന്താണ്, ഇനി ഏറ്റവും നമ്മൾ ആരോഗ്യ മേഖല മുന്നോട്ട് വന്നു എന്ന് പറയുമ്പോഴും ആരോഗ്യ മേഖലയിൽ എന്താണ് ബിൽഡിംഗ് സമുച്ചയങ്ങൾ നമ്മൾ കാര്യമായിട്ടില്ല. 10, 30, 40 വർഷം മുന്നേയുള്ള ബിൽഡിംഗ് സമുച്ചയങ്ങൾ മാത്രമാണ് ഉള്ളത്. ഒരു ബിൽഡിംഗ് സമുച്ചയം വന്നിട്ടില്ല. സ്കൂളുകളുടെ കാര്യത്തിനകത്താണ്, ഇനി ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിലാണ് വലിയ രീതിയിലുള്ള മാറ്റം വന്നത്. ആ മാറ്റം വന്നെന്താ, ഈ കിഫ്ബി വന്നതുകൊണ്ടും ഈ 87,000 കോടി രൂപേൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നുകൊണ്ടാണ്. അതിൽ 60,000 കോടി രൂപ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രം വന്നു. അത് മാത്രമല്ല, ഉണ്ണി സാർ നേരത്തെ പറഞ്ഞ നാഷണൽ ഹൈവേ ഇന്ന് വന്നത് എന്തുകൊണ്ടാണ്? 6,000 കോടി രൂപ മുടക്കി സ്ഥലം ഏറ്റെടുക്കാനുള്ള പണം കൊടുത്തുകൊണ്ടാണ്. അന്ന് കേന്ദ്രം പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സ്ഥലം എടുത്ത് തന്നാൽ ഞങ്ങൾ ഹൈവേ പണിത് തരാം, നിങ്ങൾ സ്ഥലം എടുത്ത് തരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഹൈവേ എടുത്ത് തരില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത് അതിനുള്ള പണം ഞങ്ങൾ തരാമെന്ന് പറയുന്നത് 6,300 കോടി രൂപ നാഷണൽ ഹൈവേ എടുക്കാൻ വേണ്ടി. ഇപ്പം നമ്മൾ പറയുന്നത് ഇത് എന്ത് പ്രൊജക്റ്റായിട്ട് വരിക? ഇത് കേന്ദ്രത്തിൻ്റെ പ്രൊജക്റ്റായി വരും. എന്തുകൊണ്ട്? ഈ പറയുന്ന നാഷണൽ ഹൈവേ കേന്ദ്രത്തിൻ്റെ കീഴിലായതുകൊണ്ട്. എന്ത് സംഭവിച്ചു? പക്ഷേ അതിന് സ്ഥലത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് കേരളമാണ്. ഈ പറഞ്ഞ നാഷണൽ ഹൈവേയിൽ കേരളത്തിൻ്റെതായ പങ്ക് കാര്യമായിട്ടുണ്ട്. അത് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ അടുത്ത വർഷമോ പൂർത്തിയാവുന്നതോട് കൂടിയിട്ട് വലിയൊരു മാറ്റമായിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നത്. ഇനി ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താണ് ഈ പറഞ്ഞ കിഫ്ബി പിന്നെ പണപ്പിരിവ് നടത്താൻ ടോൾ പിരിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇനിയും ഈ കിഫ്ബി മുന്നോട്ട് പോകണമെങ്കിൽ പുറത്തുനിന്ന് കട എടുക്കാതെ പറ്റില്ല. അത് എടുത്താൽ മാത്രമേ നാട് വികസിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ വായ്പ വരില്ല. ആകെ പറയുന്നത് എന്താ, 40,000 കോടി രൂപ അല്ലെങ്കിൽ 45,000 കോടി രൂപ നമ്മുടെ മൊത്തം ബഡ്ജറ്റുള്ള സ്ഥലത്ത് ഒരു ഡെവലപ്മെന്റ് വരാൻ പോകുന്നില്ല. പ്ലാനായി കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് 1 രൂപ പോലും നമുക്ക് തരാൻ പോകുന്നില്ല. എന്തെങ്കിലും തരാൻ ഒരു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വെട്ടിച്ചുരുക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി എന്താണ്, GST വിഹിതം തന്നാൽ മതി. വേണ്ട, നമുക്ക് കടം വേണ്ട, ഞങ്ങൾ ലോൺ എടുക്കുന്നില്ല, ഒരു ഫെസിലിറ്റിയും ചെയ്യുന്നില്ല. കേരളത്തിൻ്റെ കിട്ടേണ്ട GST വിഹിതം കേരളത്തിന് തന്നോളൂ, ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ഈ പറയുന്ന എന്തെടുക്കില്ല, ഈ പറഞ്ഞ ലോൺ എടുക്കുന്നില്ല. ഒരു സാധാരണ നോർമലി വരുന്ന 3.5% വരുന്ന വിഹിതം മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. പക്ഷേ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഞങ്ങളുടെ കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന GST വിഹിതം 100 തിരിച്ചാൽ മതി. ഇപ്പോൾ 50,000 കോടിയുള്ളത്, 50,000 കോടിയുടെ ഫെസിലിറ്റി നമുക്ക് ഒരു വർഷം വരുന്നില്ല. അപ്പോൾ അത്രമാത്രം കണ്ടായി കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. കൺസ്യൂമർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വിഹിതം എന്ന് പറയുന്നത് GST വരുമാനമാണ്. ആ GST വരുമാനം മുഴുവൻ പോകുന്നത് കേന്ദ്രത്തിനാണ്. ആ കേന്ദ്രത്തിന് വരുമാനം തന്നാൽ ഈ പറഞ്ഞ ഒരു പ്രശ്നമില്ല. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആൻഡ് സാർ പറഞ്ഞു, ഒന്നുകൂടി സ്ഥാപിക്കണം കേട്ടോ. കാരണം വെച്ചാൽ കിഫ്ബി ഒരു റവന്യൂ ജനറേറ്റിംഗ് മോഡൽ അല്ല എന്നുള്ള പ്രചാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ യു കനോട്ട് ബോറോ മണി, നിങ്ങൾക്ക് വായ്പ വരില്ല. അതുകൊണ്ട് കിഫ്ബി പറഞ്ഞു. അതാണ് പ്രശ്നം. നമ്മൾ വേണ്ട, സിമ്പിളായിട്ട് ഇപ്പം ഞാൻ എനിക്കൊരു 5 കോടി ലോൺ വേണം. നമ്മളോട് ബാങ്കിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നവർ നിങ്ങൾക്ക് എവിടുന്ന വരുമാനം? 5 കോടി തരാൻ വേണ്ടിയിട്ടല്ലേ? അതാ ചോദിക്കുക. ഇന്ത്യയിൽ നിന്നല്ലല്ലോ വരുമാനം എടുക്കുന്നത്, ഇന്ത്യയിൽ പുറത്തു നിന്നാണ് വരുമാനം എടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ഹാജരാക്കണം. അതെ, ഒരു പോയിന്റും കൂടി ഉള്ളത് ഞാൻ സുജയം കൂടി കഴിഞ്ഞതിന് ശേഷം പറയാമെന്ന് കരുതിയതാണ്. അതായത് ഈ പാലങ്ങൾ, റോഡുകൾ, തീരങ്ങൾ ഇതൊന്നും നിർമ്മിക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വൻകിട ഡെവലപ്മെന്റ് പ്രോജക്റ്റ് കൊണ്ടുവരാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ പ്രശ്നം എന്താ, വലിയ പ്രോജക്റ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ നാട്ടിലേക്ക് നല്ല റോഡുകൾ വേണം, നല്ല പാലങ്ങൾ വേണം. അപ്പോൾ അടിസ്ഥാനമായൊരു പ്രശ്നം, ഈ വൻകിട പ്രോജക്റ്റ് വന്നാൽ ലാഭം കിട്ടും, പക്ഷേ ഈ റോഡ് നിർമ്മിക്കുന്നതിന് ആര് പണം കൊടുക്കും? അപ്പോൾ അവിടേക്കാണ് ആദ്യം കിഫ്ബി ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ റോഡുകളെല്ലാം വന്നു കഴിഞ്ഞു. അടുത്ത എനിക്കൊന്ന് 2025-26 ആകുമ്പോഴേക്കും നമ്മുടെ നാഷണൽ ഹൈവേ ഹൈവേ. ഒരൊറ്റ ഉദാഹരണം പറയാം. ഇപ്പൊ വിഴിഞ്ഞം പ്രോജക്റ്റ് വലിയ വരുമാനം നമുക്കില്ല. ആ വിഴിഞ്ഞം വലിയ വരുമാനം ഇല്ല, പക്ഷേ അതിന് ചുറ്റുമായി വികസിക്കുന്ന മറ്റു കാര്യങ്ങളുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ, ആ പ്രൊജക്റ്റിനകത്ത് വൃത്തിയായി എഴുതി വെച്ചൊരു കാര്യം എന്താ പറയുക, അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കേണ്ട സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ആ സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ചെയ്തു കൊടുത്താൽ മാത്രമേ അവിടെ വികസനം ഉണ്ടാവുള്ളൂ. അതിന് ഒറ്റ കാര്യോട് പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താണ് ഈ തീരദേശ ഹൈവേ, തീരദേശ ഏരിയയിലുള്ള പിന്നെ കടൽ ഭിത്തി കയറുന്ന ബന്ധപ്പെട്ട കാര്യങ്ങളില്ല. ഇതിന് കേന്ദ്ര ഫണ്ട് തരുന്നില്ല. നമ്മൾ രാവിലെയും വൈകുന്നേരം ഇവിടെ നിന്ന് ചർച്ച നടത്തുന്നത് എന്താണ്, അത് അവരെ സഹായിക്കുന്നില്ല സാർ. ഇതിന് പണം വേണ്ടേ? രണ്ടാമത്തെ കാര്യം എന്താണ്, വന്യജീവി സംഘർഷം, മതിൽ കെട്ടുന്നില്ല, ഫെൻസിങ് നടത്തുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അവിടുന്ന് എവിടുന്ന ഫണ്ട് എടുത്താൽ കിഫ്ബിന്നാണ്. ഇത് ലോൺ എടുത്തെങ്കിലും ചെയ്യാൻ നമ്മളെ സമ്മതിച്ചാൽ മതി, അത്രേ ഉള്ളൂ. സുജയ,
കിഫ്ബി ടോൾ വരാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം പിരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയിലാണ് കേരളം എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായ ഒരു കാര്യമാണ്. കേരളം വളരെ സമ്പന്നമായ ഒരു സാമ്പത്തിക ഭദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് എന്നൊന്നും ഇനി അങ്ങനെ ഒരു പുറമോടി നടിച്ചിട്ട് കാര്യവുമില്ല. പദ്ധതികൾ മുന്നോട്ട് പോകണമെങ്കിൽ കയ്യിൽ കാശില്ല എന്നത് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തന്നെ വ്യക്തമായതാണ്. അതുകൊണ്ടാണ് പൊള്ളയായ വാഗ്ദാനങ്ങളിലേക്ക് കടക്കുന്നില്ല. ക്ഷേമ പെൻഷൻ 2500 ആക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിലേക്ക് പോലും അത് ഫുൾഫിൽ ചെയ്യുന്നതിലേക്ക് പോലും പോകാൻ കഴിയില്ല എന്നുള്ള സത്യം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്നും നിയമസഭയ്ക്കുള്ളിൽ കെ എൻ ബാലഗോപാൽ വളരെ സത്യസന്ധമായാണ് സംസാരിച്ചത് പ്രതിപക്ഷത്തോട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പ്രതിപക്ഷം കിഫ്ബിയെ അന്ന് എതിർത്തതിനും അതിന് അന്ന് കൊടുത്ത മറുപടികളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അന്ന് ധനമന്ത്രിയായിരുന്ന ഡോക്ടർ ടി.എം. തോമസ് ഐസക്കും പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരനും ഒക്കെ അന്ന് പറഞ്ഞിരുന്ന അഷുറൻസ്, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞ അഷുറൻസ് കിഫ്ബിക്ക് ധനസമാഹരണത്തിന് റോഡ്സിനോ അല്ലെങ്കിൽ പാലങ്ങൾക്കോ ടോൾ ഉണ്ടാകില്ല എന്നതാണ്. അതിൽ നിന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച തോമസ് ഐസക്കിൻ്റെ ഒരു പ്രതികരണം ഞാൻ കണ്ടിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ ഈ ധനം ചുരുക്കുന്നത് മൂലം ആ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത് മൂലം നിലവിലത്തെ സാഹചര്യത്തിൽ ടോൾ ഏർപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്രയും ഒരു നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊക്കെ അത്രയും പഠിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഡോക്ടർ ടി.എം. തോമസ് ഐസക്. അതുകൊണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു റിവേഴ്സ് വരുത്തിയത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു പ്രതികരണം തോമസ് ഐസക് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതെ, വ്യാഴാഴ്ചയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. അദ്ദേഹം പറഞ്ഞ 1-2 പോയിന്റ്സ് ബാക്കി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ. അതിൽ 2016 ഇതിനെ ഒരു പെറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാണ് ധനമന്ത്രി തോമസ് ഐസക് കൊണ്ടുവന്നത്. അതായത് സംസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമാകുന്ന ഒരു പെറ്റ് പ്രോജക്റ്റാണ് കിഫ്ബി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അന്ന് നിയമസഭയിൽ തന്നെ ചോദ്യം ഉയർന്നിരുന്നു, നിങ്ങൾ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ പിന്നീട് ഇതിൻ്റെ പേരിലുള്ള പിരിവുകളായിരിക്കും, ഇത് സംസ്ഥാനത്തിന് ഒരിക്കലും വയബിളായ ഒരു പ്രോജക്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞാണ് ആദ്യഘട്ടം മുതൽ തന്നെ പ്രതിഷേധം ഉയർന്നത്. അന്നൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരു അഷുറൻസിൽ നിന്ന് അദ്ദേഹം തന്നെ തിരുത്തിക്കൊണ്ട് പറയുന്നത് നിലവിൽ ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധനമന്ത്രി ബജറ്റിൽ ഓരോ പ്രോജക്ട്സിനായി അലോക്കേറ്റ് ചെയ്യുമ്പോഴും ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലായാലും ഒരു സത്യസന്ധതയോടെ ഇത്രയേ ഉള്ളൂ, കൊടുക്കാനില്ല, ഇല്ലാത്തതിനെക്കുറിച്ച് ഉണ്ടെന്ന് മേനി നടിച്ചിട്ട് കാര്യമില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഈ കിഫ്ബി വിഷയത്തിലും എടുത്തിരിക്കുന്ന തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കിഫ്ബി പറയുന്നത് അതൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമാണ്. നിലവിൽ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. തത്വത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നതകം ഇതിനകം തന്നെ വന്ന പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇന്ന് നിയമസഭയിലായാലും അദ്ദേഹം നൽകിയ മറുപടി അതൊരു ടോൾ എന്ന പേരിലായിരിക്കില്ല വരിക. പല പദ്ധതികളും അങ്ങനെയാണല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പേരുകളായിരിക്കില്ല, മറ്റൊരു രൂപത്തിലായിരിക്കും വരിക. എന്തായാലും ഈ പിരിവുണ്ടാകും. അതുകൊണ്ട് ഞാൻ അതിനെ പിരിവ് എന്ന രീതിയിൽ തന്നെയാണ്, വഴിയിലൂടെ പോകുമ്പോൾ പിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കിഫ്ബിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന 50 കോടി അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ മുതൽ മുടക്കുള്ള റോഡുകളിലൊക്കെ ദേശീയപാത മോഡൽ ടോൾ വരും. ദേശീയപാതയിൽ ഈടാക്കുന്നതിനേക്കാളും ടോള് എമൗണ്ട് കുറവായിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പരിഗണിക്കുന്ന മോഡലിൽ ഉള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നേരത്തെ ആൻഡ്രൂ സാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി 500 മുകളിലുള്ള റോഡുകളുണ്ട്. അപ്പോൾ 500 മുകളിൽ കിഫ്ബി വഴി നടപ്പാക്കിയ പദ്ധതികളുണ്ട്. അതിനെല്ലാമായി 32,797 കോടി രൂപ ചെലവുമായിട്ടുണ്ട്. ഇതെല്ലാം ഈ ടോൾ വഴി ഇപ്പോൾ പ്രതിപക്ഷം പരിഹസിക്കുന്നത് പോലെ കെ ടോൾ എന്നൊന്നും വിളിക്കാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. യൂസർ ഫീ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു പേരിട്ടായിരിക്കും. സാധാരണഗതിയിൽ ടോള് അല്ലെങ്കിൽ വഴിയിലൂടെ പോകുമ്പോൾ അതിൽ നമ്മൾ കൊടുക്കേണ്ട പിരിവ്, ആ പിരിവിനെ 3 രീതിയിൽ എടുക്കാം. ഓപ്പൺ സിസ്റ്റം വേണമെങ്കിൽ കൊണ്ടുവരാം. ഓപ്പൺ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ 60 കിലോമീറ്റർ വരെയുള്ള ആ ഒരു സ്ട്രെച്ച് അത് കണക്കാക്കിക്കൊണ്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അത് മന്ത്ലി കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ഇപ്പോൾ 15 വർഷം വരെയാണ് പെട്രോൾ വാഹനങ്ങൾ നിരത്തിൽ ഓടാനായിട്ടുള്ള ഒരു സമയപരിധി അല്ലെങ്കിൽ കാലപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു ആ വാഹനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ ഒരു ലോങ് ടേം ആയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു ടോൾ ഫിക്സ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഓപ്പൺ സിസ്റ്റത്തിലേക്ക് സർക്കാരിന് പോകാവുന്നതാണ്. അതല്ല എങ്കിൽ ഈ RFID ടാക്സ് വഴിയുള്ള ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ ETC വഴി ആ രീതിയിൽ പോകാം. മൂന്നാമത്തെ ഓപ്ഷനാണ് യൂസർ ഫീ എന്ന് പറയുന്നത്. അതിൽ ഈ കിഫ്ബിയും സംസ്ഥാന സർക്കാരും ചേർന്നുള്ള ഒരു കൺസെഷൻ എഗ്രിമെൻറ്റ്, എങ്ങനെയാണ് ഇത് പിരിക്കേണ്ടത്, അതിന് 30 കിലോമീറ്റർ മുതലായിരിക്കും നമ്മൾ ഈ പിരിവ്, അല്ലെങ്കിൽ ഞാൻ കേട്ടോൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ എത്രയാണോ നമ്മൾ കൊടുക്കേണ്ട തുക യൂസർ ഫീ എന്ന് നമുക്ക് ഫോർ ദ ടൈം ബീയിങ് അതിനെ വിളിക്കാം. ഈ 3 സിസ്റ്റത്തിൽ ഏതാണ് സർക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ യൂസർ ഫീ ആയി നമ്മൾ കൊടുക്കേണ്ടി വരിക 30 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴായിരിക്കും ആദ്യത്തെ കട്ട് ഓഫ് വരിക എന്നുള്ളത്. ഇതിൽ ടോൾ ബൂത്തുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ആ ഒരു സംവിധാനത്തിനായി കെൽട്രോണിനെയും ഒപ്പം നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷനെയും ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലും ഒരു അന്തിമ രൂപരേഖ ആയിട്ടില്ല. അല്ലാത്ത പക്ഷം അതേക്കുറിച്ച് കൂടി ഇന്ന് ധനമന്ത്രി ഒരു ക്ലാരിറ്റി വരുത്തിയേനെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ടോൾ ബൂത്തുകൾ അല്ലെങ്കിൽ ഈ ടോൾ പ്ലാസകൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ തന്നെ അബാൻഡൻ ചെയ്യാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് ഈ ദേശീയപാത ടോൾ നിരക്ക്, അതുപോലെ തന്നെ പല മെയിൻ്റനൻസുകളും കൃത്യമായി നടക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം മെൻഷൻ ചെയ്തു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞത് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയെക്കുറിച്ച് കേന്ദ്രം ആലോചിക്കുകയാണ്. ഒരുപക്ഷേ ഈ വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷമോ അത് നടപ്പാവാൻ പോവുകയാണ്. ഒറ്റത്തവണ തീർപ്പാക്കൽ എന്ന് പറഞ്ഞാൽ നിലവിൽ ഒരു ടോളിലെ പ്രതിമാസ പാസ് എന്ന് പറയുന്നത് 340 രൂപയാണ്.
അതൊരു വർഷത്തെ കണക്ക് നമ്മൾ എടുത്ത് നോക്കിയാൽ 4080 രൂപയാകും. അതിന് പകരം ഒരു വാർഷിക പദ്ധതി 3000 രൂപയുടെ വാർഷിക പദ്ധതി അല്ലെങ്കിൽ ആജീവനാന്തം 30,000 രൂപയുടെ ഒരു പദ്ധതി, അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ 15 വർഷം ഒരു വാഹനം നിരത്തിലുണ്ടാകും എന്ന് കണക്കാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒറ്റത്തവണ തീർപ്പാക്കലിലേക്ക് ആജീവനാന്ത ടോൾ നൽകുക, അങ്ങനെയുള്ള പ്രോജക്ട്സിലേക്ക് ഈ ദേശീയപാതകളിലെ ടോൾ ബൂത്തുകൾ പതുക്കെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായാണ്. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതിയെപ്പറ്റി കേന്ദ്രം തന്നെ ആലോചിക്കുന്നുണ്ട്. സമാനമായ രീതിയിലായിരിക്കും കിഫ്ബി വഴി നിർമ്മിച്ച റോഡുകളിലും സ്റ്റേറ്റും ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയപാത വികസനം പൂർത്തിയായി കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ളത് കൂടാതെ ഒരു 10 ടോൾ പ്ലാസ കൂടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരും. അതെ, NHAയുടെ 10 ടോൾ പ്ലാസ വരും. അതിൽ തന്നെ നമ്മുടെ ടോൾ പ്ലാസ എവിടേക്കായിരിക്കും വരിക എന്നുള്ളത് ഈ കിഫ്ബിയുടെ റോഡ് നമ്മളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ റോഡുകളിൽ എത്രയാണ് 50 കോടിക്ക് പുറത്തുള്ള റോഡുകൾ. അതെ, 50 കോടിക്ക് പുറത്തുള്ള റോഡുകൾ. അതിൽ നമ്മളൊക്കെ പോകുന്ന റോഡുകളുണ്ട്. ലോകത്ത് ഏത് റോഡിലൂടെ സഞ്ചരിച്ചാലും എല്ലാ റോഡിലും വലിയ വികസനം വരുന്ന സ്ഥലങ്ങളല്ല. അതെ, ഇപ്പോൾ ഉണ്ണിസാറിന് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഈ വഴയിലെ 4 പാതയിലൂടെ പോകണം. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് ജംഗ്ഷന്റെ വികസനത്തിനായിട്ട് ചെലവാക്കിയിട്ടുള്ളത് കൊണ്ട് അതുവഴിയുള്ള വരുമ്പോഴും അതിൻ്റെയും കൃത്യമായി യൂസർ ഫീ കൊടുക്കേണ്ടി വരും. അരുൺ സാറിന് കൊട്ടാരക്കര ബൈപ്പാസ് കടക്കാൻ കൊടുക്കണം. പിന്നെ വലിയഴീക്കൽ തോട്ടപ്പള്ളി അതുവഴി പോകുമ്പോഴും ഈ പറയുന്ന യൂസർ ഫീ കൊടുക്കണം. പിന്നെ സാർ ഇടുക്കിക്ക് വല്ലതും പോവുകയാണെങ്കിൽ കുട്ടിക്കാനം ചപ്പാത്ത് മലയോര പാതയുണ്ട്. നമ്മുടെ ഇവിടുത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലി കൊച്ചി എയർപോർട്ട് ബൈപ്പാസ് ഉണ്ട്, മൂവാറ്റുപുഴ പെരുമ്പാവൂർ ബൈപ്പാസ്, ആലുവ മൂന്നാർ റോഡ്. പിന്നെ നമ്മൾ കണ്ണൂരിലേക്ക് വല്ലതും പോവുകയാണെങ്കിൽ അവിടെ വിമാനത്താവളത്തിലേക്കുള്ള കണക്റ്റിംഗ് റോഡുകളുണ്ട്. കോഴിക്കോട് ബാലുശ്ശേരി റോഡുണ്ട്, അരയിടത്ത് പാലം കാരന്തൂർ റോഡുണ്ട്, പിന്നെ തുരങ്കപാത, തീരദേശ മലയോര പാത തുടങ്ങി ഇതിലെല്ലാം ഈ പറയുന്ന പിരിവ് വരും, യൂസർ ഫീ. അപ്പോൾ അത് വരുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ദേശീയപാത വികസനം പൂർത്തിയാകുമ്പോൾ ആ തുകയും കൊടുക്കണം, അതോടൊപ്പം ഈ തുകയും വരും. അപ്പോൾ ജനത്തിന് മേലൊരു ബർഡൻ ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ജനമാണ് ഈ പിരിവ് കൊടുക്കേണ്ടി വരിക എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. അത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സർക്കാരല്ല, ഞാനും ഉണ്ണിസാറും അരുൺ സാറും ആൻഡ്രോ സാറും ഒക്കെ ഇത് കൊടുത്തു വേണം പോകാൻ. അത് 30 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ അത് എത്രയാണെന്ന് തീരുമാനിക്കാനേ ഉള്ളൂ. എന്തായാലും കയ്യിൽ നിന്ന് കാശ് കൊടുക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ വരുമാനമുണ്ടാക്കുന്ന പദ്ധതികൾ വേണം, അത് വ്യവസ്ഥയായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് ബാധ്യതയുണ്ടാകാതിരിക്കാൻ, സംസ്ഥാനത്തിന് ധനസ്ഥിതി കൂടുതൽ മോശമാകാതിരിക്കാൻ ഇതേ ഉള്ളൂ. അപ്പോൾ വിത്തെടുത്ത് കുത്തേണ്ട സാഹചര്യത്തിലേക്ക് വന്നാൽ അത് ചെയ്തല്ലേ പറ്റൂ. ഈ നിലവിലുള്ള ടോൾ എന്ന് പറയുന്നത് ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു എക്കണോമിയെ നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ കുറച്ചുകൂടി ഹെൽത്ത് വരുന്നുണ്ട്. പക്ഷേ ഒറ്റ കാര്യം മനസ്സിലാക്കി ഇപ്പൊ നമ്മൾ പറയുന്നല്ലോ ഇത് റവന്യൂ ജനറേറ്റിംഗ് മോഡൽ അല്ല എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും അത് ശരിയല്ല കേട്ടോ. 28% ഇപ്പോൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഫോണിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, IT പാർക്കുകളിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഈ പേവാർഡുകൾ അടക്കമുള്ള സംഭവങ്ങളിൽ ഈ കിഫ്ബിന്റെ ഗുണം ഒറ്റ കാര്യം പറയാം. എന്താണെന്നറിയോ, 2018 പ്രളയം. നമ്മൾ ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ല. അതിന് ശേഷം ഡെവലപ്മെന്റിന്റെ കാര്യത്തിനകത്ത് ഒറ്റ കാര്യം കിഫ്ബിയാ. രണ്ടാമത്തെ കാര്യം നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ടതിന് ശേഷം ആ വർഷം അതിനോട് അടുത്ത വർഷങ്ങളിൽ മുഴുവൻ നമുക്ക് ഈ പറഞ്ഞ അടിസ്ഥാന വികസനത്തിന് എന്തെങ്കിലും ബാധിച്ചോ? ഒരു സ്ഥലത്ത് ബാധിച്ചിട്ടില്ല. കാരണം എന്താ? കിഫ്ബിയാണ്. നമ്മുടെ ഈ പറഞ്ഞ സംവിധാനങ്ങളെ എല്ലാം പിടിച്ചു നിർത്തിയൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ കിഫ്ബി. അത് തന്നെയാണ് ശ്രീ ആന്റോ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ കിഫ്ബി പിടിക്കാനുള്ള കാരണം. അതല്ലാതെ നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനം ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ പുറത്തു പോകുന്നുള്ളൂ എന്നുള്ള ഭരണഘടനാപരമായ ആധിയൊന്നും ആയിരുന്നില്ല. പകരം കിഫ്ബി പ്രോജക്റ്റുകൾ വഴി കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് വികസനത്തിന്റെ മെസ്സേജ് അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ സാധിച്ചു. നല്ല സ്കൂളുകൾ വഴി, നല്ല റോഡുകൾ വഴി, നല്ല IT പാർക്കുകൾ വഴി, ആശുപത്രി സംവിധാനങ്ങൾ വഴി, പേവാർഡുകൾ വഴി അത്തരം സംവിധാനങ്ങൾ കിഫ്ബി നടപ്പിലാക്കിയപ്പോൾ സ്വാഭാവികമായും ജനഹിതം രണ്ടാമത് ഊഴം കൂടി ഈ സർക്കാരിന് കൊടുത്തു. അപ്പോൾ ഇനി കിഫ്ബി പദ്ധതിയെ ഇങ്ങനെ വിട്ടുകൂടാ എന്ന് ബാലങ്കേ നായരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവനെ വളരാൻ അനുവദിച്ചുകൂടാ എന്ന ആ മനസ്ഥിതിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആ കേസ് വരുന്നത്. നിർഭാഗ്യവശാൽ അതിന് മാത്യു കുഴൽനാടൻ അടക്കമുള്ള നേതാക്കൾ കോടതിയിൽ പോയി വളം വെച്ചു കൊടുത്തു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് മാത്രമല്ല, ഈ പറയുന്ന കേരളം സുപ്രീം കോടതിയിൽ ആ കേസുമായിട്ട് പോയപ്പോഴും ആദ്യമായിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം പിന്നാലെ ആരൊക്കെയാ വന്നത്? ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ വന്നു. അവിടെ കിഫ്ബി ഇല്ലല്ലോ, പക്ഷെ അവിടെ കടമെടുപ്പ് വരുന്ന വെട്ടി കുറച്ചു. അപ്പൊ എന്താ ഈ ആറ്റിറ്റ്യൂഡ്? പ്രതിപക്ഷം ഭരിക്കുന്ന സർക്കാരുകളോടുള്ള ആറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രശ്നം. അതാണ് ഞാൻ താങ്കളോട്ട് യോജിക്കുന്നത്. കാരണം വെച്ചാൽ അത് കറക്റ്റ് പൊളിറ്റിക്സ് ആണ്. അത് ഏറ്റവും പ്രധാനം. അതുകൊണ്ടല്ലേ നിങ്ങൾ കിഫ്ബിയെ പിടിച്ചത്. അപ്പൊ കേരളത്തിൽ കിഫ്ബിയെ പിടിച്ചെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ കിഫ്ബി ഇല്ലാതെയും വെട്ടിക്കുറച്ചു. ഒടുവിൽ നമുക്ക് സമരം ചെയ്യേണ്ടി വന്നില്ലേ? ആലോചിച്ച് നോക്കൂ, സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്നേ വരെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ അവരുടെ വിഹിതം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദില്ലിയിൽ പോയി സമരം ചെയ്തിട്ടുണ്ടോ? ആ അർത്ഥത്തിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കിഫ്ബി ടോൾ വരുമോ എന്നാണ് ചോദ്യം. യെസ് എന്നാണ് 4 പേരുടെയും അഭിപ്രായം. Meet the editors.